നമസ്കാരം. ജാർഖണ്ഡിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ജംഷഡ്പൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് കൊൽക്കത്തയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഈ ട്രെയിൻ ഡിലേ ആവുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് കൊൽക്കത്തയിലേക്കുള്ള ട്രെയിനൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് യാത്ര പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഈ സമയത്ത് കൊൽക്കത്തയിലേക്ക് ഏതൊക്കെ ട്രെയിനാണ് ഉള്ളതെന്ന് നോക്കാം. ജംഷഡ്പൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ പേര് ടാറ്റാ നഗർ എന്നാണ്. ഇപ്പോൾ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ഓട്ടോ സ്റ്റാൻഡും 2 വീലർ പാർക്കിംഗ് ഒക്കെ ഈ ഭാഗത്താണ്. സ്റ്റേഷന്റെ പുറത്തേക്കുള്ള ഒരു പ്രധാന വഴി അതാണ്. രാവിലെ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല അല്ലേ? വലിയ തണുപ്പൊന്നുമില്ല. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ജംഷഡ്ജി നസർവാൻജി ടാറ്റയാണ് ഈ പറഞ്ഞൊരു നഗരം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു നഗരത്തിന് ജംഷഡ്പൂർ എന്ന് പറഞ്ഞ ഒരു പേര് വന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു WAG5 ഉള്ളത് കാണാം. അതിന്റെ ഒരു ചെറിയ ടെക്നിക്കൽ ഡാറ്റയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടാറ്റ എന്ന് എഴുതിയതൊക്കെ കാണാം. ഈ ജംഷഡ്പൂരിൽ വന്നാൽ ടാറ്റേനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. അവർ തന്നെയാണ് ഇവിടെ ഈ നഗരം നിർമ്മിച്ചതും സ്ഥാപിച്ചതും. ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് വന്നാൽ ഐ ലവ് ടാറ്റ നഗർ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ബോർഡൊക്കെ കാണാം. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. അത്യാവശ്യം ഒരുപാട് സ്ഥല സൗകര്യമുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതുവഴി നേരെ അകത്ത് കയറി നമുക്ക് ഏതൊക്കെ ട്രെയിൻ ഇപ്പം ഉണ്ട് എന്നൊക്കെ നോക്കാം. ടിക്കറ്റ് എടുത്തിപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് വന്നേ. ഈ ട്രെയിനിലാണ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിറങ്ങിയത്. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്. ഇപ്പോൾ ഇവിടുന്ന്, അതായത് മുംബൈയിൽ നിന്ന് ഹൗഡയിലേക്കുള്ളൊരു വണ്ടി ഇവിടെ ഇപ്പോൾ വരാനുണ്ട്. അത് 5 മണിക്കൂറിന് മുകളിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. മുംബൈ CSMTന്ന് ഹൗറയിലേക്കുള്ള മെയിലിനാണ് ഞങ്ങളിനിപ്പോൾ പോകുന്നത്. അതിവിടെ വെളുപ്പിന് 1:45 എത്തേണ്ടതാണ്. ഇപ്പോൾ 7 മണിയായി. ഇത്രയും ഡിലേ ആണ്. ഒരാൾക്ക് ഹൗറയിലേക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 110 രൂപയാണ്. ഞങ്ങൾ ആലോചിക്കുന്നത് ട്രെയിനിൽ അൺറിസർവ്ഡ് നല്ല തിരക്കുണ്ടെങ്കിൽ TTനെ കണ്ടിട്ട് 3rd AC-യിലേക്കോ സ്ലീപ്പറിലേക്കോ കൺവേർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. കാരണം വെച്ചാൽ അതിലത്തെ തിരക്ക് എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ വന്നല്ലോ, നമ്മളെ ടാറ്റാ നഗർ എക്സ്പ്രസിന് എറണാകുളം വന്നല്ലോ, ഒരുപാട് പേര് കൊൽക്കത്ത ഭാഗത്തേക്ക് പോകാനായിട്ടുണ്ട്. അതെ, തിരക്ക് നല്ല രീതിയിലുണ്ട്. എന്തായാലും ചോദിച്ചു നോക്കാം. അവന് നോക്കാം. വണ്ടി എന്നാലും വരട്ടെ. ട്രെയിൻ നമ്പർ 12809 ഹൗറ മെയിൽ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കടന്നു വരികയാണ്. 5.5 മണിക്കൂറോളമാണ് ഈ ട്രെയിൻ ഇപ്പോൾ ഡിലേ. നമുക്കെന്തായാലും ഇവിടുന്ന് കോച്ചിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ TTയെ കണ്ട് കാര്യം പറയാം. അപ്പോൾ എന്തായാലും പറയും, നിങ്ങൾ ആ ഒരു കോച്ചിൽ കയറിക്കോ, ഈ ഒരു കോച്ചിൽ കയറിക്കോ എന്നൊക്കെ. സാന്ദ്രകാച്ചി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. ഇതിനിപ്പം സ്റ്റോപ്പുകൾ വളരെയധികം കുറവാണ്. ഇവിടെയാണ് ജനറൽ. ഇത് പകുതി RMS ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഏഴ് 30 ടാറ്റാ നഗറിന് ട്രെയിൻ എടുത്തു. അടുത്ത സ്റ്റോപ്പിനുള്ളത് വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂരിൽ. WDG4. ഈ ട്രെയിൻ ഇപ്പം നല്ല സ്പീഡിൽ പോയതായിരുന്നു. പെട്ടെന്ന് ചെയിൻ വലിച്ചു വണ്ടി ഇതാ സ്റ്റോപ്പായി. ഇത് ഇവിടുത്തെ ഒരു വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതുവഴി തന്നെ ഒരു റോഡ് കൂടെ ഉണ്ട്. രാവിലെ ഇപ്പോൾ ഒരു 8:30. വെയിലിൻ്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ജാർഖണ്ഡ് വഴിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനുകൾ.
ഇവിടെ ഒരുപാടുണ്ട്. ഇതാ ഈ തൊട്ട് മുന്നിൽ തന്നെ കാണുന്നില്ലേ, ഇതിൽ നിറച്ചുള്ളത് അത് തന്നെയാണ്. ഈ ഭാഗത്താണെന്ന് തോന്നുന്നു ഇതൊക്കെ ലോഡ് ചെയ്യുന്നത്. നല്ല പൊടിയാണ് ഇപ്പോൾ ഇവിടെ. 10:10 ട്രെയിൻ ഇപ്പോൾ ഖടഗ്പൂർ ജംഗ്ഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ശ്വാസം വിടാൻ പോലുള്ള സ്ഥലം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഡോറിൻ്റെ ഭാഗത്ത് തൂങ്ങിയിട്ടാണ് വന്നത്. കാരണം TT-നെയൊന്നും കണ്ടില്ല അവിടുന്ന്. TT-നോടൊന്നും കാണാതെ പറയാതെ കയറുന്നത് ശരിയല്ലല്ലോ അല്ലേ? ഞങ്ങൾ ജനറൽ തന്നെ കയറിയത് 135 കിലോമീറ്റർ വന്നത് എങ്ങനെയാന്ന് പോലും അറിയില്ല. നല്ല തിരക്കായിരുന്നു. ഇനി ഒരു 116 കിലോമീറ്ററൂടെ കടക്കണം. ആ ഒരു കടമ്പോട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 4ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. അതായത് അതിന്റെ ടോട്ടൽ നീളം വരുന്നത് 1072 മീറ്റർ ആണ്. ലോകത്തിലെ തന്നെ നീളം കൂടിയ പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പറയുമ്പോൾ ഒന്നാമത് വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്, രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരാണ്, മൂന്നാമത് വരുന്നത് കേരളത്തിലെ നമ്മുടെ കൊല്ലാണ്, നാലാമത് ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂർ. അതായത് ആദ്യത്തെ 4 വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അങ്ങനെ കൊൽക്കത്തയിലെത്തി സന്ത്രാഗാച്ചി ജംഗ്ഷൻ. ഇനിയിപ്പോ വലിയ തിരക്കൊന്നുമില്ല, കാരണം ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ തന്നെയാണ് ഹൗഡ. പിന്നെ ഇവിടെ ചെറിയൊരു മന്ദിരമൊക്കെ ഉണ്ട്. മൈസൂർ ഹൗഡ എക്സ്പ്രസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ വന്നതാണ്. ഇവിടെ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ്. സന്ത്രാഗാച്ചിയിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ആണ് ഷാലിമാറിലേക്കുള്ളത്. അതുകൊണ്ടാണിത് ജംഗ്ഷൻ ആയത്. ഇനി 7 കിലോമീറ്റർ ഹൗഡയിലേക്ക്. ഷാലിമാറിലേക്കുള്ള ലൈൻ ഇതാണ്. സന്ത്രാഗാച്ചി കഴിഞ്ഞതിൽ പിന്നെ വണ്ടി എല്ലായിടത്തും നിർത്തിയിട്ടാണ് പോകുന്നത്. കാരണം ഇനി പോകുന്നതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഹൗഡ ജംഗ്ഷൻ. അവിടെ ആകെ 23 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. മിക്കവാറും ഈ സമയത്ത് സ്ലോട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ ഔട്ടറിലൊക്കെ വന്ന് നിർത്തുന്നത്. പിന്നെ ഇതിൻ്റെ ജനറൽ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് തന്നെ സിഗരറ്റൊക്കെ വിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൈകൊട്ടി പൈസയൊക്കെ വാങ്ങിക്കാൻ വരുന്നവരില്ലേ, അവരുടെ ഒരു നിര തന്നെയുണ്ട് ഈ ഒരു കോച്ചിൽ. കോച്ചുകൾ വാഷ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അങ്ങ് അതിലൂടെ ഒരു ട്രെയിൻ പോകുന്ന കാണുന്നില്ലേ, അത് പ്രയാഗ്രാജിൽ നിന്ന് ഹൗഡയിലേക്കുള്ള വിഭൂതി എക്സ്പ്രസ് ആണ്. 5 മണിക്കൂറാണ് ആ ട്രെയിൻ ഡിലേ. ഇനിയിപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി എത്തുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ആ വിഭൂതി എക്സ്പ്രസ്സിൽ പോയിട്ടുണ്ട്, പ്രയാഗ്രാജിൽ നിന്ന് ഇവിടത്തേക്ക് ഹൗഡ. ഇവിടെയൊക്കെ കൺട്രോളൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി. സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ജംഷഡ്പൂരിൽ നിന്നും 250 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ ഹൗഡ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 12:57 സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയും ഈസ്റ്റേൺ റെയിൽവേയും ആണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 റെയിൽവേ സോണും ഉണ്ട്. ഇംഗ്ലീഷിൽ ഹൗറ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഹൗഡ എന്നാണ്. 22-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ വന്ന വണ്ടി വന്നത്. ഇനി നേരെ ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് പോകാം. ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഫുഡ് കോർട്ടിൽ വന്ന് വെജ് മീൽസ് ആണ് പറഞ്ഞത്. റൈസ് ഉണ്ട്, റൈത്ത ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ പീസ് ഉണ്ട്, ദാലുണ്ട്, ആലു മട്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ഗുലാബ് ജാമുൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് യോഗട്ട് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ. പിന്നെ ഇവിടെ ഒരു ബസ് കണ്ടോ, ഇതിൻ്റെ മുൻഭാഗം നോക്കിയേ, പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അത് ഹൗഡയിൽ നിന്ന് സിയാൽദയിലേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടെ നിരനിരയായിട്ട് ഓരോ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കാണാം. എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. സാന്ത്രാഗാച്ചി, ഷാലിമാർ, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും. ഇനി നമ്മൾ നേരെ പോകുന്നു കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ഹൗറ പാലത്തിൻ്റെ ഭാഗത്തേക്ക്. നമുക്ക് ഇതുവഴി തന്നെ നടന്നു പോവാം. പാലം അങ്ങനെ അതുവഴി കയറിയിട്ടാണ് പോകേണ്ടത്. ഹൗഡ റെയിൽവേ സ്റ്റേഷനും നമ്മളിപ്പോൾ വന്ന ആ ഒരു ബസ് സ്റ്റാൻഡും അവിടെയാണ്. ഇവിടെ നിന്ന് നേരെ ഇതുവഴി വരുമ്പോൾ ഇവിടെയാണ് ഹൗറ ബ്രിഡ്ജ് ഉള്ളത്. പാലത്തിൻ്റെ പേര് രബീന്ദ്ര സേതു എന്നാണ്. വെൽക്കം ടു കൊൽക്കത്ത രബീന്ദ്ര സേതു.
ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നടന്നു പോവാം. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. പാലത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. വണ്ടികൾക്ക് പോകാനും സാധാരണ നമുക്ക് നടന്നു പോകാനും സെപ്പറേറ്റ് തന്നെ വഴികളുണ്ട്. ഒരുപാട് പേര് വലിയ വലിയ ചാക്ക് കെട്ടുകളൊക്കെ എടുത്തു പോകുന്നത് കാണാം. ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത് ഹൗറയിലാണ്. ഈ പാലം കയറി ഇതിൻ്റെ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ആ ഒരു പ്രശസ്തമായ പാലം. ബസ്സുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ യെല്ലോ ടാക്സി, കൊൽക്കത്തേൻ്റെ ഹൈലൈറ്റ് ആണല്ലോ യെല്ലോ ടാക്സി. പിന്നെ ഇവിടുത്തെ ബസ്സുകളൊക്കെ വളരെയധികം പഴക്കം ചെന്നാണ്. ആ ഒരു ഡിസൈനിങ് അങ്ങനെയാണ്. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയുടെ ഭാഗത്ത് തന്നെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനും. ആ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇതാ ആ ഭാഗം വഴി സൈക്കിളൊക്കെ ഉന്തിക്കൊണ്ടുപോകുന്നത് കാണാം. അതായത് സാധനങ്ങളൊക്കെ ആയിട്ട് ഹൗറയിൽ നിന്ന് കൊൽക്കത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ എന്നാൽ ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നത് ഇങ്ങനെ കാണാം. 1943 ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 705 മീറ്ററാണ് ഈ പാലത്തിൻ്റെ ആകെ നീളം. ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലാണ് ഈ പാലത്തെ അറിയപ്പെടുന്നത്. നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് ഇതിലൂടെ നടക്കാനും. മെയിനായിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് പാലത്തിൻ്റെ ഈ ഒരു ചുറ്റുപാടൊക്കെ. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും കൊൽക്കത്ത വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ്. എത്ര ഡിഫറെൻറ്റ് ബസ്സുകൾ. പക്ഷേ ഈ ബസ്സൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഒരുപാട് പഴക്കമുണ്ട്. മറ്റൊരു ബസ്. ഇനി ഞങ്ങളിവിടുന്ന് നേരെ നടന്നിട്ട് കൊൽക്കത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇതുപോലുള്ള ചെറിയ സൈക്കിളില്ലേ, ഇത് ഇഷ്ടം പോലെയുണ്ട്. ഇനി വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല കുലുക്കാണ് ഈ പാലത്തിന്. ഒരുപാട് അധ്വാനിക്കുന്നവരെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണാം. ഒരുപാട് പേരാണ് ആ ഒരു സൈക്കിൾ കൊണ്ടുകൊണ്ട് പോകുന്നത്. പാലം ഇറങ്ങി നടന്നു വരുന്ന ഈ ഭാഗത്ത്, അതായത് താഴെ ഭാഗത്താണ് പൂ മാർക്കറ്റ് ഉള്ളത്. എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ. ഇതങ്ങ് വരെ ഉണ്ട്. ഇത് നല്ല തിരക്കാണ് ഇവിടെ. പലതരം വെറൈറ്റി പൂക്കൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇതുവഴി തന്നെ റെയിൽ ട്രാക്കും ഉണ്ട്. അങ്ങനെ നമ്മളിപ്പം നടന്നിട്ട് കൊൽക്കത്ത ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതുവഴി നടക്കാനുള്ള ചെറിയൊരു സൗകര്യമുണ്ട്. മൊത്തത്തില് പെട്ടിരിക്കുകയാണല്ലോ. അയ്യോ, ഇതെങ്ങനെ പോകും? ഇങ്ങനെയൊക്കെ പോണം. പിന്നെ ഹോണടിയാണ്. അങ്ങനെ അവസാനം ഓൺലൈൻ വഴി തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു. ഇതാണ് ഞങ്ങളെടുത്ത എസ്പ്ലാനഡയിലെ റൂം. അത്യാവശ്യം നല്ലൊരു റൂമാണ്. AC റൂമാണ് ഞങ്ങളെടുത്തത്. ഒരു TVയും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇവിടെയാണ്. നല്ലൊരു മിററുണ്ട്. അത്യാവശ്യത്തിന് ഈ ഒരു പൈസക്ക്
വെർത്തായ ഒരു റൂം തന്നെയാണിത്. ഞങ്ങൾ ആദ്യം ഒരുപാട് റൂമൊക്കെ പോയി നോക്കി. പക്ഷെ പലതും ഷെയർഡ് ബാത്റൂമൊക്കെയാണ്. റൂമൊക്കെ ഉണ്ട്, നമ്മൾ ടോയ്ലറ്റും ബാത്റൂമൊക്കെ പോകണമെങ്കിൽ സെപ്പറേറ്റ് വേണം. റൂമിന്റെ പൈസ ഒക്കെ നല്ലതാണ്, 800 രൂപക്ക് മുകളിലാണ് റൂമിന്റെ ചാർജൊക്കെ ആയത്. പക്ഷെ ഇവിടെ ആ സമയത്ത് തന്നെ അഗോഡ വഴി നോക്കി നല്ലൊരു പ്രോപ്പർട്ടി തന്നെ കിട്ടി. 1300 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഈ മുറിക്ക് വന്ന വാടക. ഈ അധികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 800-900 രൂപ കിട്ടുമെന്ന് മാക്സിമം നോക്കിയാണ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിധിയില് അത് നോക്കുമ്പോൾ ഒരുപാട് കിലോമീറ്റർ മാറിയിട്ടാ. അപ്പോഴത്തേക്ക് അങ്ങോട്ടൊക്കെ പോക്ക് എന്തായാലും നടക്കൂലല്ലോ. രാവിലെ ടാറ്റാ നഗർന്ന് ഒരു എന്താ പറയാ ജനറൽ ക്ലാസ്സിലേക്ക് കയറി വന്നാണ്, നല്ല ടയർഡായി. ഇപ്പൊ അതുവഴിക്ക് നടന്നു വന്നാണല്ലോ. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കുണ്ടെങ്കിൽ കൊൽക്കത്തേന്റെ ഐക്കോണിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. ഇതാണ് ഞങ്ങളെടുത്ത പ്രോപ്പർട്ടി, സെൻട്രൽ പോയിന്റ് ഗസ്റ്റ് ഹൗസ് എസ്പ്ലനേഡ്. ഇനിയിപ്പോ ഇതുവഴി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അത് തന്നെ ഈഡൻ ഗാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയം ഭാഗത്തേക്ക് പോവാം. ഇവിടുന്ന് വളരെ അടുത്താണ്, മെയിൻ റോഡ് തന്നെയാണ് ഈ പുറത്ത്. ഇപ്പം നല്ല കാറ്റുണ്ടല്ലോ. രാത്രിക്ക് ഇനി മഴ വരുമോ? ഈ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നമ്മളെടുത്ത ആ ഒരു റൂമിൻ്റെ പുറത്ത് തന്നെയായി കാണുന്നത്. പിന്നെ ഒരുപാട് ബസ്സുകളൊക്കെ കാണാം. നമുക്കിനി എല്ലാം നടന്നുകൊണ്ട് കാണാം. ഒരുപാട് കാണാനുണ്ട് ഇന്ന് കൊൽക്കത്തയുടെ വ്യത്യസ്തമായ കാഴ്ചകൾ. നടന്നു പോകുന്ന റോഡിൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു ട്രാക്ക് കാണുന്നില്ലേ, ഇതാണ് ട്രാമുകൾക്ക് പോകാനുള്ള ആ ഒരു വഴി. അതായത് ഇപ്പം എല്ലാ സമയത്തൊന്നും ട്രാമിൻ്റെ സർവീസ് ഇല്ല, രാവിലെയും വൈകിട്ട് മാത്രമേ ഉള്ളൂ. അതെന്തായാലും നിങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണും ട്രാമിൻ്റെ ഒരു വീഡിയോ. അപ്പം ഞങ്ങളിനിപ്പോൾ നേരെ ഇവിടുന്ന് നടന്നിട്ട് ഈഡൻ ഗാർഡൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. കാരണം ഇവിടുന്ന് ഈ സമയത്ത് ട്രാം ഉണ്ട്, പക്ഷെ അതിലിപ്പോൾ കയറുന്നില്ല, പിന്നീട് കയറാം. അതായത് നാളെ രാവിലെ മാത്രമേ കയറുന്നുള്ളൂ. നടക്കാനായാലും നല്ല വഴികളാണ്, എല്ലായിടത്തും നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ ആ ഒരു ഭാഗത്തെ അപേക്ഷിച്ച് ഇവിടേക്ക് എത്രയോ ബെറ്ററാണ്. നമ്മൾ നേരത്തെ ഹൗഡ ഭാഗത്ത് കണ്ട കൊൽക്കത്തയെ അല്ല ഇവിടെ. ഇതാണ് അടിപൊളി ഭാഗം. ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയം അങ്ങ് അവിടെയാണ്. ഇപ്പം ഇവിടെ സിഗ്നലായിട്ടാണുള്ളത്, നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇതുവഴി നേരെ നടന്നു വരുമ്പം ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ആ ഭാഗത്ത് തന്നെ ഐ ലവ് കൊൽക്കത്ത എന്നുള്ളൊരു ചെറിയൊരു ഭാഗമുണ്ട്. അതിൻ്റെ മുൻഭാഗത്താണ് ഈഡൻ ഗാർഡൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് തിരിക്കുകയാണ്. ഇത് ഗേറ്റ് നമ്പർ 2 ആണ്. ഇവിടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കൊടുത്തതാണ്. 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ സമയത്തുള്ള ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. പിന്നെ 2016 പാകിസ്ഥാനോട് കോഹ്ലി 50 അടിച്ചപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഇവിടെ കാണാം. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ പലരുടെയും, ദാദയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ നവി, ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ മാച്ചോ IPL കാണാൻ വരണല്ലേ. അതായത് IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണ്, KKRന്റെ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മാച്ചസ് ഉണ്ട് ഇന്ത്യന്റെ ആയാലും. ഇതുവരെ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. അല്ല, നമ്മൾ എടുത്ത പ്രോപ്പർട്ടിന്ന് ഇവിടെ എത്ര അടുത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ പ്രോപ്പർട്ടി ഇല്ല, അവിടെ ഇങ്ങോട്ടേക്ക് 700 മീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പൊ തന്നെ മനുവിനോട് പറഞ്ഞു, മനു ഇനിയിപ്പോ IPL ഒക്കെ കാണാൻ വേണ്ടി സുഖമായിട്ട് നമുക്ക് ഇവിടെ വരാമല്ലോ. IPL മാത്രല്ല, ഇന്റർനാഷണൽ ക്രിക്കറ്റും കാണാൻ വരണം തീർച്ചയായിട്ടും. കാരണം ഇവിടുന്ന് ഞങ്ങൾ ഇതുവരെ ക്രിക്കറ്റ് കണ്ടിട്ടില്ല. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് വളരെയധികം പഴക്കമുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ എന്ന് പറയാം. 1864 ഇത് സ്ഥാപിതമായത്. ഈ സ്റ്റേഡിയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം നിലവിൽ വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഏകദേശം 1 ലക്ഷത്തിന് മേലെ കപ്പാസിറ്റി ഉണ്ടാവും ആ സ്റ്റേഡിയത്തിന്. അത് വരുന്നത് വരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതാണ് ഉണ്ടായത്. 68,000 കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ വേൾഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡിലത്തെ ഇപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണെന്ന്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇപ്പം ആ ഒരു വലുപ്പത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് വരുന്നത് 3ാമതാണ്. പിന്നെ അതുപോലെ തന്നെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം കൂടിയാണ്. KKRന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിത്. കൊൽക്കത്തയിൽ ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ്. ശരിക്കും എന്തോ അത്ര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേഡിയം ഭാഗത്ത് ഈ റോഡുകളായാലും ഇവിടുത്തെ എല്ലാം കണക്ടിവിറ്റിയാണ് എന്തുകൊണ്ടും അടിപൊളി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
ഇരുട്ടായി വരുന്നതിന് മുന്നേ മറ്റൊരു ഭാഗത്തേക്കൂടെ പോകണ്ടേ അല്ലേ? സ്ഥലത്തേക്കൂടെ പോകാനുണ്ട്. പക്ഷെ എന്താ പറയാ, മഴയുടെ ഒരു ചാൻസ് ഉണ്ട്. അതാണ് മെയിൻ പ്രശ്നം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. വലുത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓരോ ഭാഗത്തേക്കും പോവാം. കൊൽക്കത്തയിലത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായ വിക്ടോറിയ മെമ്മോറിയൽ ഉള്ള ഭാഗത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഇവിടെ തന്നെ ഡയറക്റ്റ് മെട്രോ ഉണ്ട്. മൈതാൻ എന്ന ഭാഗത്താണ് മെട്രോ പോയി ഇറങ്ങേണ്ടത്. ഇവിടെ തന്നെ ഗ്രീൻ ലൈനും ഉണ്ട്, ബ്ലൂ ലൈനും ഉണ്ട്. അതിൽ ബ്ലൂ ലൈനിലാണ് നമുക്ക് കയറേണ്ടത്. കൊൽക്കത്തയിൽ ഈ ബസ്സുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പഴക്കം നിലനിൽക്കുന്ന ഒരു സിറ്റി കൂടിയാണ് കൊൽക്കത്ത. ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നില്ലേ? അതോടൊപ്പം തന്നെ ഇവിടുത്തെ അംബാസിഡർ കാറായാലും എല്ലാം ഒരുപാട് എന്താ പറയുക, നമ്മളിപ്പോഴും ആ ഒരു പഴയ കാലത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കൊൽക്കത്തയുടെ കുറച്ച് ഭാഗങ്ങളിൽ പോയാൽ കിട്ടുക. ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷൻ ഇവിടെയാണ്. ഈ ഒരു മെട്രോ, അതായത് കൊൽക്കത്ത മെട്രോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. അങ്ങനെ പോകാനുള്ള മെട്രോ വന്നു. യാത്ര ചെയ്തിപ്പോ മൈതാൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയേ. ഈ കൊൽക്കത്ത മെട്രോ നല്ല ചീപ്പാണല്ലേ? അതെ, ആകെ 5 രൂപ മാത്രമേ നമുക്ക് ടിക്കറ്റ് റേറ്റ് ആയിട്ടുള്ളൂ. അതിനിടയിൽ പാർക്ക് സ്ട്രീറ്റ് ഒരു സ്റ്റേഷനിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് വിക്ടോറിയ മെമ്മോറിയലിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് വഴി പോവാം. ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴയും ഉണ്ട്. എന്തായാലും മഴ നനഞ്ഞിട്ട് തന്നെ പോവാം. ഇതുവഴി നടക്കാൻ നല്ല വഴിയാണ്. ടാറ്റ സ്റ്റീൽ, ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ഇതാണ്. ഞങ്ങൾ അന്ന് പാർക്ക് സ്ട്രീറ്റ് വന്ന സമയത്ത് ഈ കാണുന്ന വലിയൊരു കെട്ടിടം ഇല്ലേ, ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ ഭാഗത്തേക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകുന്ന ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് അതിലൂടെ വേറൊരു വഴിയുണ്ട്. അതിലൂടെ അന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയതായിരുന്നു. ഈ വൈകുന്നേരം ആവുന്ന സമയത്താണ് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത്. അങ്ങനെ നടന്നിപ്പോൾ വിക്ടോറിയ മെമ്മോറിയലുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയേ. ഇനി ഇവിടെയാണ് കാണാനുള്ള മനോഹരമായ കാഴ്ച. ഇവിടെ ടിക്കറ്റ് വേണം. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അങ്ങ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് ഓൾറെഡി എടുത്തു. 30 രൂപയാണ് ഒരാൾക്കായത്. തിങ്കളാഴ്ച മാത്രം ലീവാണ്. അതുപോലെ തന്നെ നാഷണൽ ഹോളിഡേയ്സും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് എൻട്രൻസ് ഉള്ളത്. ഇപ്പം 5 മണി, 1 മണിക്കൂർ സമയം കൂടിയുണ്ട് നമുക്ക്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു സ്റ്റാച്ചു ഇതാണേ. പുറകിലേക്ക് നോക്കിയേ, നല്ല ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ്. 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ട് വരും. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണല്ലോ. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ പറയുക, നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സമയമാണിത്. ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല. ഏത് ഭാഗത്ത് വേണമെങ്കിലും പോവാം. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു ഉദ്യാനം തന്നെയാണ് ഇതൊക്കെ. 1 മണിക്കൂർ കൊണ്ട് നമുക്കിനി ഇതൊക്കെ കണ്ട് ഇറങ്ങണം. കൊൽക്കത്തയിൽ വന്നിട്ട് ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. ഒരുപാട് തവണ വരണമെന്നുണ്ടായിരുന്നു. ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത്. അതിനൊക്കെ ഓരോരോ സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മെയിനൊരു കാഴ്ച ഇങ്ങനെയാണേ. ഒരുപാട് ചെറിയ രീതിയിലുള്ള കൊത്തുപണികളൊക്കെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. നമുക്ക് പുറമേ തന്നെ എല്ലാം കാണാനുള്ള ആ ഒരു ടിക്കറ്റാണ് എടുത്തത്. കാരണം ഞങ്ങൾക്ക് സമയം എന്തായാലും തികയില്ല എന്നറിയാം. ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പം പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ 1921 ഇത് നിർമ്മിച്ചിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ആരാണ് വിക്ടോറിയ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ശരിക്കും പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, 1876 മുതൽ 1901 വരെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണക്കാണ് ഈ ഒരു സ്മാരകം പണിതിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നത്. കൂടാതെ തന്നെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്മാരകങ്ങളുടെ പട്ടികയിൽ വേണമെങ്കിൽ നമുക്കിതിനെ
എന്താ പറയുക ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇത് നിലവിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂസിയം ആയിട്ടാണിത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുൻഭാഗത്തെത്തിയാൽ ഇവിടെ നിന്ന് കാണുന്ന ആ കാഴ്ച ഇതാണ്. പിന്നെ മറ്റൊരു കാര്യം, മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയാലും അതിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ ക്യാമറ അലൗഡല്ല, വീഡിയോഗ്രാഫിന്ന് ഇതിൻ്റെ അകത്ത് അലൗഡൊന്നല്ല. പക്ഷേ കാണാൻ ഒരുപാട് ഉണ്ടാവാം. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു ബിൽഡിംഗ് കാണിച്ചില്ലേ, അതിതാണ്. രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ച. ഞങ്ങളിപ്പോൾ എസ്പ്ലാൻഡ് എന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയേ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഈ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതിപ്പോൾ ഇതുവഴി വരും, നമുക്കത് കാണാം. ഇത് കാണാനാണ് ഞങ്ങൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ 6:30 കൊൽക്കത്തയുടെ പഴമ ട്രാം ഇതാ കടന്നു വരികയാണ്. ഇതൊരു കിടിലൻ സംഭവം കേട്ടാ. ട്രാമൊക്കെ കണ്ടില്ലേ, അതിലെന്തായാലും വൈകാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ഇനി നേരെ പോകുന്നു കോളേജ് സ്ട്രീറ്റ് എന്ന ഭാഗത്തേക്ക്. അവിടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത്. നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ പോയിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കോളേജ് സ്ട്രീറ്റ്. അതായത് ഞങ്ങളിപ്പോൾ വന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ഇതുവഴിയൊക്കെ ട്രാമിൻ്റെ ആ ഒരു ട്രാക്ക് കാണുന്നില്ലേ, പക്ഷേ ഇതുവഴിക്കൊന്നും വരുന്നില്ല എന്നാണ് തോന്നുന്നത്. കോഫി ഹൗസിൻ്റെ ഇവിടെ ഏകദേശം എത്താനായി, ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് ഈ ഭാഗത്താണ് കോഫി ഹൗസ് ഉള്ളത്. 12 PM മുതൽ 8 മണി വരെ, അതായത് ഇപ്പം 7 മണിയായി, 1 മണിക്കൂറും കൂടെ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഒരു ചിക്കൻ കട്ട്ലേറ്റിന് 135 രൂപയാണ് ഇവിടെ വന്നത്. ഇതിൻ്റെ കൂടെ സാലഡും ചട്നിയും അതുപോലെ തന്നെ സോസും കൂടെ ഉണ്ട്. 2 പേർക്കും കൂടെ വാങ്ങിച്ചിട്ടാ. പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. കോഫി ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് എസ്പ്ലനേഡ് ഭാഗത്തേക്ക് വന്നേ. ഇത് സിലിഗുരിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഈ കൊൽക്കത്തയിൽ നിന്ന് പുരിയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് ആ കാണുന്നത്. ഇത്ര ദൂരം ഓടണം ഇതൊക്കെ. സ്ലീപ്പർ വണ്ടിയാത്. രാത്രി 8 മണിയായി ഇപ്പോൾ. ഇനി നേരെ റൂമിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഒരുപാട് നേരമായി ഇപ്പം തലങ്ങും വിലങ്ങുമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തന്നെയാണ്, 200 മീറ്ററും കൂടെ ഉള്ളൂ. ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം തിരിച്ച് റൂമിലേക്ക് വന്നു. ഞങ്ങൾ കോഫി ഹൗസിൽ പോയിട്ട് കട്ട്ലേറ്റ് മാത്രം കഴിച്ച് തിരിച്ച് വരാനുള്ള റീസൺ എന്താ അറിയോ? ഞങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാനല്ല പോയത്, ബിരിയാണി വാങ്ങിക്കാനായിരുന്നു. അവിടെ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രൈഡ് റൈസ് അല്ലേ, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ചിക്കൻ ഐറ്റം എന്ന് പറഞ്ഞാല് ചില്ലി ചിക്കൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അത് വാങ്ങണ്ടെന്ന് കരുതി. അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല അവിടെ ബിരിയാണി ഉണ്ടായില്ല. പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ എന്നിട്ട് ശേഷം ഇവിടെ വന്നിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയി ബിരിയാണി വാങ്ങിച്ചു. അതായത് ഇതിപ്പോ പാഴ്സൽ വാങ്ങിച്ചു വരാൻ കാരണം വേറൊന്നുമല്ല, എല്ലാ ഹോട്ടലും നല്ല തിരക്കാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ഹോട്ടൽ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. കാരണം വരുന്ന വഴിക്ക് ഒരുപാട് ധാബകളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു വൃത്തിയൊക്കെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് വീട് നിൽക്കാൻ പറ്റിയിട്ടാണ് പാഴ്സൽ വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് നടന്നു. കാരണം ശരിക്കും പറഞ്ഞാല് മടുത്തു പറഞ്ഞാൽ നടന്നിട്ട് മടുത്തു. ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ എന്താ പറയുക ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, ആദ്യമായിട്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, ശരിക്കും മെട്രോയിൽ വരുന്ന സമയത്ത് എസ്പ്ലനേഡ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലും എസ്പ്ലനേഡ് എന്നാണെന്നല്ല പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് എസ്പ്ലാൻഡ് എന്നൊക്കെയാണ് അതിന്റെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത്. ബംഗാളിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്താ പറയാ, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവില്ല. നമ്മളൊന്ന് വന്ന് പഠിച്ച് ശരിക്കും വരുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അതെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ വീഡിയോ എന്താണ്, ട്രാമിലേക്ക് കയറാൻ രാവിലെ തന്നെ പോകണം. ഒരു അടിപൊളി കാഴ്ചയൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.